എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണല്ലാഹ്. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്ന നിഅമത്തിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് റബ്ബേ, നീ എനിക്ക് തന്ന നിഅമത്തിനെ ഞാൻ അംഗീകരിക്കുകയാണ്. വഅബൂഉ ലക ബിദംബി, ഞാൻ ചെയ്ത തെറ്റിനെയും ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പ്രായപൂർത്തിയെത്തിയത് മുതൽ ഇന്ന് വരെ ഒരുപാട് വൻദോഷങ്ങളും ഒരുപാട് ചെറുദോഷങ്ങളും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിക്കുകയാണല്ലോ, അത് ഞാൻ സമ്മതിക്കുകയാണല്ലോ. അതുകൊണ്ട് ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. നീയല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ പുറത്തു തരുന്നത്? നീയല്ലാതെ പിന്നെ ആരാണ് ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുന്നത്? നിന്നോടല്ലാതെ പിന്നെ ആരോടാണ് റബ്ബേ ഞങ്ങൾ ചോദിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ പാപം പുറത്തു തരണേ എന്നുള്ള ഇസ്തിഗ്ഫാറിന്റെ നേതാവായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ സുബഹിക്ക് ശേഷം ഒരു തവണ ചൊല്ലിയാൽ, മഗ്രിബിന്റെ ശേഷം ഒരു തവണ ചൊല്ലിയാൽ, സുബഹിക്ക് മുമ്പോ മഗ്രിബിന് മുമ്പോ മരിച്ചു പോയാൽ അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ചൊല്ലോ. കുറെ വാല് കേൾക്കുന്നുണ്ട്, വാല് കേൾക്കുക തിരിച്ചു പോവാ. എന്താ വാലിൽ പറഞ്ഞത്? അതിങ്ങനെ കുറെ കാര്യം പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഈ വാല് കേട്ടിട്ട് എന്താ കാര്യം? നമ്മുടെ നാട്ടിൽ വാലിന് വല്ല കുറവുണ്ടോ? വല്ല കുറവുണ്ടോ? വാല് കേട്ടിട്ട് വലിയ കാര്യമില്ല. നന്നാവണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. വാല് പറയുന്ന ആൾക്കും വേണം, കേൾക്കുന്ന ആൾക്കും വേണം, രണ്ടാൾക്കും വേണം. ഇത് പറഞ്ഞതുകൊണ്ട് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവണം. ഇത് കേട്ട് എനിക്കൊരു മാറ്റം ഉണ്ടാവണം. അല്ലാഹു നമ്മളെയൊക്കെ നല്ലവരിൽ പെടുത്തട്ടെ. ഇന്നു മുതൽ തുടങ്ങണം നിങ്ങൾ. ഇതെങ്ങനെ കിട്ടും, എങ്ങനെ പഠിക്കും? മൊബൈൽ ഫോണിലൊക്കെ ഇതിന് ടെക്സ്റ്റ് വരും, ഇതിന്റെ ഇമേജ് കിട്ടും. നോക്കിയിട്ട് ഓതിയാൽ മതി. സുബഹി നിസ്കാരത്തിന് ശേഷം ഒന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു തവണ ഓതുക, മഗ്രിബിന് ശേഷം ഒരു തവണ ഓതുക. 10 ദിവസം ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ ഇത് കാണാതെ പഠിഞ്ഞോളും. വൈഹാട്ട് ചെയ്യാൻ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ SSLC +2 ഡിഗ്രി എക്സാമിന് കാണാതെ പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഡെയിലി ഇത് ചെല്ലിയാലോ ഒരു 10 ദിവസമാകുമ്പോൾ മനപ്പാടാകും. പിന്നെ മരിച്ച മാഷാ അല്ലാഹ് സ്വർഗമാണ്. ഇത് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് റജബ് ഒരുങ്ങാനുള്ള മാസമാണ്, റജബ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ള മാസമാണ്. ശഅബാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള മാസമാണ്. എന്നാൽ പരിശുദ്ധമായ റമളാൻ മാസമുണ്ടല്ലോ, അത് ഖുർആൻ അധികരിപ്പിക്കാനുള്ള മാസമാണ്, ഖുർആൻ ഓതാനുള്ള മാസമാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമളാൻ മാസം 60 ഖത്തം ഖുർആൻ ഓതി തീർത്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. റമളാൻ വന്നാൽ 60 തവണയാണ് ഖുർആൻ ഓതി തീർത്തിരുന്നത്. ഒരു തവണ ഓതി തീർക്കാറുണ്ടോ? ഫസ്റ്റത്തെ 10 നല്ല ആവേശത്തിൽ മുസ്ഹഫൊക്കെ എടുത്തിട്ട് ഓതും. പിന്നിങ്ങനെ മടിച്ച് അവസാന 10 ആകുമ്പോൾ ഒരു ഖത്തം വരെ തീർക്കാത്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരൂലേ? ഇതൊക്കെ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാതെ രക്ഷപ്പെടാൻ പറ്റൂല. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവേ, എന്റെ സമുദായം പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരാതി പറയുന്നുണ്ട്. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. പരിശുദ്ധമായ ഖുർആനിനെ എന്റെ സമുദായം അവഗണിച്ചു കളഞ്ഞുവല്ലോ. മഹാന്മാരായ ആലിമീങ്ങൾ പറയാണ്, മാസത്തിൽ ഒരു തവണ ഖുർആൻ ഖത്തം തീർത്തില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ അവർ പെട്ടുപോകും. ഖുർആൻ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും. അല്ലാഹു കാക്കട്ടെ. ഗൗരവമുള്ള വിഷയല്ലേ ഇത്? ഒരു തവണ ഒരു ഖത്തം ഖുർആൻ ഒരു മാസത്തിൽ ഓതി തീർത്തില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ നമ്മൾ പെട്ടുപോകും. ഖുർആൻ ഒരാൾക്കെതിരെ ശബ്ദിച്ചാൽ അവന്റെ കാര്യം കഷ്ടമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു വരണ്ടേ, മടങ്ങി വരണ്ടേ ഖുർആനിലേക്ക് മടങ്ങി വരണ്ടേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളായ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ചത് പരിശുദ്ധമായ ഖുർആനായിരുന്നു. സത്യം പറഞ്ഞാലേ
കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും തൃപ്തികരമായ മൈക്ക് കിട്ടിയത് ഇന്നാണ്. നല്ല മൈക്കാണ്, അൽഹംദുലില്ലാ. ഇതുവരെ നമ്മുടെ നാട്ടിൽ അപ്പോ നബിത്തങ്ങള് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഉപയോഗിച്ചത് ഖുർആനാണ്. എന്നാൽ ആളുകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ന് സമുദായം ഉപയോഗിക്കുന്നതും ഖുർആനാണ്. മുസ്ലിമീങ്ങളുടെ ആവേശവും മുസ്ലിമീങ്ങളുടെ ഈമാനും മുസ്ലിമീങ്ങളുടെ സംസ്കാരവും നശിപ്പിക്കാൻ ഇന്ന് ലോകത്ത് ചില ആളുകൾ ഗൂഢമായ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അവരുപയോഗിക്കുന്നത് ഖുർആനാണ്. മഹാനായ തുഫൈൽ ഇബ്നു അംറു ദൗസി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അന്ന് അദ്ദേഹം മുസ്ലിം അല്ല, വലിയ അറിയപ്പെട്ട മഹാനാണ്. അവിടെ അറിയപ്പെട്ട ഒരു കവിയാണ് തുഫൈൽ. നബിത്തങ്ങൾ മക്കയിൽ ഇങ്ങനെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ വഴിയിലൂടെ കടന്നു വരുന്നത്. മക്ക മുശ്രിക്കീങ്ങൾ തടഞ്ഞു. ഇവിടെ ഒരു മുഹമ്മദ് ഉണ്ട്, പോവരുത്, മുഹമ്മദ് ഉണ്ട്, പോവരുത്. മുഹമ്മദിന്റെ അടുത്ത് പോയാൽ നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുടുംബം എല്ലാവരെയും വലിച്ചെറിഞ്ഞ് ഒരു ഭിന്നിപ്പിന്റെ ആളായി നീ മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഹമ്മദിന്റെ സമീപത്തേക്ക് അടുക്കരുത് എന്ന് തുഫൈലിനെ ആളുകൾ, അബൂജഹലിനെ പോലെയുള്ള കിങ്കരന്മാർ നിർബന്ധിച്ചു. അദ്ദേഹം പേടിച്ചിട്ട് 2 പരുത്തിയെടുത്ത് ചെവിയിലേക്ക് തിരികെ കയറ്റി. അദ്ദേഹത്തിന് കഅബയുടെ അടുത്ത് പോകണം. കഅബ എല്ലാവർക്കും വിശ്വാസമുണ്ട്, കഅബയുടെ അടുത്ത് പോകണം. 2 പരുത്തി ചെവിയിൽ തിരികെ കയറ്റി കഅബയുടെ അടുത്ത് ചെന്നു. അങ്ങനെ കഅബയിലേക്ക് ചെല്ലുമ്പോഴാണ് ആ കഅബയുടെ സമീപത്ത് നിന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭംഗിയായി നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായത്. പരുത്തി വെച്ചിട്ടും ചെവിയുടെ അകത്തേക്ക് ഖുർആൻ തിരികെ കയറുകയാണ്. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, വല്ലാഹി മാ സമിഅതു ഖൗലൻ ഖത്തു അഹ്സന മിൻഹു. ഇതുപോലെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ വലിയൊരു കവിയാണ്. ഇന്ന് മക്കയുടെ സമീപത്തുള്ള, മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള വലിയ വലിയ സാഹിത്യകാരന്മാരുടെ വായയിൽ നിന്ന് പോലും ഇത്രയും മനോഹരമായൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്തോരു ഭംഗിയാണിതൊന്ന് കേൾക്കാൻ, എന്തോരു ആസ്വദിക്കാൻ പറ്റുന്ന വാക്കുകളാണിത് എന്ന് പറഞ്ഞു ഹബീബിന്റെ പിന്നാലെ പോകുകയാണ് തുഫൈൽ എന്ന് പറയുന്ന മുശ്രിക്കായ സഹോദരൻ. നിങ്ങളടുത്ത് പോയി നബി തങ്ങൾ ഖുർആൻ ഓതി കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു വരികയും 80ഓളം വീട്ടുകാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു. കാരണം ഖുർആൻ കേട്ടതാണ്. ഖുർആൻ കേട്ടപ്പോൾ പരിവർത്തനം ഉണ്ടായി, ഖുർആൻ കേട്ടപ്പോൾ മാറ്റമുണ്ടായി. ത്വാഹ മാ അൻസൽനൽ ഖുർആന ത്വാഹ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പേര് ഉച്ചരിച്ചുകൊണ്ട് ഒരു സൂറത്ത് തുടങ്ങുന്നുണ്ട്. ആ സൂറത്ത് കേട്ടപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുന്നത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ ഓരോ ആയത്തുകളിലൂടെ ഓരോ മഹാന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളെ ഖുർആനിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇസ്ലാമിനെ ഒരിക്കലും തകർക്കാൻ പറ്റൂല എന്ന് തോന്നിയപ്പോഴാണ് when this book is with them we cannot enjoy peace and tranquility in their land. ഈ ഖുർആൻ അവരുടെ കയ്യിലുള്ള കാലത്തോളം സമാധാനവും സന്തോഷവും നമ്മൾക്ക് കിട്ടൂല. മുസ്ലിമുകൾ ഖുർആൻ കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തില്. ലക്ഷോപലക്ഷം ആളുകൾ, ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പോരാടാൻ വന്ന് വിജയിക്കാൻ പറ്റിയില്ല. കാരണം അവരുടെ സംസ്കാരവും അവരുടെ സ്വഭാവവും ഖുർആനായിരുന്നു. പിന്നെ അവർ ആലോചിച്ചു തുടങ്ങി, മുസ്ലിമുകളെ ഖുർആനിൽ നിന്ന് മാറ്റി നിർത്തണം. അതെങ്ങനെയാ പറ്റുക? അപ്പോഴാണ് 2 കപ്പലുകളിലായി യൂറോപ്പിൽ നിന്ന് ഒരു കപ്പൽ നിറയെ മാദക സുന്ദരിമാർ, ഒരു കപ്പൽ നിറയെ കള്ളിന്റെ തോപ്പുകൾ, കള്ളിന്റെ കോപ്പുകൾ മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിലേക്ക് അർദ്ധനഗ്നരായ പെണ്ണുങ്ങൾ ഇറക്കി വിട്ടു. നാടുനീളെ കള്ളിന്റെ ബാറുകൾ തുറന്നു വെച്ചു. കള്ളു കുടിച്ചു, പെണ്ണു പിടിച്ചു. മുസ്ലിമീങ്ങൾ ഖുർആനിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി. അതോടുകൂടി മുസ്ലിം ഉമ്മത്തിന്റെ നാശത്തിന് തുടക്കം കുറിച്ചു. ഇന്നും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഖുർആനിൽ നിന്ന് നമ്മൾ മാറിയത് മുതൽ അനുഭവിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളാണ്. അങ്ങനെ തന്നെ ഇനി ഖുർആനിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായാൽ ആ പഴയ വിജയം അല്ലാഹു തിരിച്ചു തരും.